അപ്പോൾ വരാൻ നേരം കഴിയുന്നതുകൊണ്ട് നേരത്തെ പോവാന്നാണ് തീരുമാനം. ഞാൻ തമാശ പറഞ്ഞാണ്, ഒരു ട്രെയിന് പിടിക്കാനുണ്ട്, അതിൻ്റെ ഇടയിൽ ഞാൻ 5 പരിപാടിയും കൂടെ പങ്കെടുക്കാനുണ്ട്. പക്ഷെ ഇത് മനോഹരമായൊരു സംഗമമാണ്. ഇതിനെൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും നേരുക. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഞങ്ങളാരും വരുന്നു എന്നുള്ളത് കൊണ്ടോ പ്രസംഗിക്കുന്നു എന്നുള്ളത് കൊണ്ടോ വേദിയിലുണ്ട് എന്നുകൊണ്ടൊന്നുമല്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് വിദ്യാഭ്യാസത്തിനുള്ള പ്രോത്സാഹനമാണ്. ആ പ്രോത്സാഹനം നൽകാൻ നാടൊന്നിച്ചിറങ്ങി വരുമ്പോൾ ഒരു മഹല്ല് കമ്മിറ്റിയുടെ പേരിൽ UAE ഖത്തർ UAE ചാപ്റ്ററും എല്ലാവരും ചേർന്ന് ഇങ്ങനൊരു നല്ല കാര്യം നടത്തുമ്പോൾ അതിനോട് കൂടെ ചേർന്ന് നിൽക്കാൻ നിങ്ങളെല്ലാവരും തീരുമാനിക്കുമ്പോൾ ഈ സംഗമത്തിൻ്റെ മനോഹാരിത വർദ്ധിക്കുക. എല്ലാ നല്ല കാര്യങ്ങൾക്കും നാടിൻ്റെ പിന്തുണയുണ്ടെങ്കിൽ ആ നല്ല കാര്യങ്ങൾ ഇരട്ടിക്കും എന്ന കാര്യത്തിന് സംശയം വേണ്ട. അവിടെ ഈ ചേലക്കാട് പ്രദേശത്ത് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഞാൻ നേരാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിലുള്ള മൊബൈൽ ഫോൺ, ആ മൊബൈൽ ഫോൺ എടുത്തിട്ട് തൊട്ടപ്പുറത്തെ ആളുടെ കയ്യിലേക്ക് കൊടുത്താൽ തൽക്കാലത്തേക്കെങ്കിലും ആ വസ്തു നിങ്ങളുടെ കയ്യിൽ നിന്ന് മാറിപ്പോവുകയാണ്. നിങ്ങളുടെ കയ്യിലുള്ള കുറച്ച് പണം ഒരാൾക്ക് കൊടുത്താൽ തൽക്കാലത്തെങ്കിലും ആ പണം നിങ്ങളുടെ കയ്യിൽ നിന്ന് തീർന്നു പോവാൻ അത് പിന്നെയും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങളുടെ കയ്യിലുള്ള എന്ത് വസ്തുവാണെങ്കിലും നിങ്ങൾക്ക് തൊട്ട് നോക്കാവുന്ന എന്ത് വസ്തു വേറെ ആൾക്ക് കൊടുത്താലും അത് തൽക്കാലത്തേക്ക് അതിൻ്റെ ഒരു കുറവ് അല്ലെങ്കിൽ തീരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. പക്ഷെ നിങ്ങളുടെ പക്കലുള്ള ഒരു അറിവ് നിങ്ങൾ വേറൊരാൾക്ക് പകർന്നു കൊടുത്ത് നോക്കുക, ഒരിക്കലും ആ അറിവ് നിങ്ങളുടെ തീരുകയില്ല, അത് വർദ്ധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അറിവിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. അത് തലമുറകൾക്ക് കൈമാറി കൊടുക്കാൻ ഒരു നാട് പ്രചോദനമായി മാറുന്നത്. വിദ്യാഭ്യാസമായി പിന്നോക്കം നിന്നൊരു മേഖലയിൽ നിന്ന് ഇത്തരത്തിൽ കഴിവുള്ള കുട്ടികളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിച്ച് അവർക്ക് വേണ്ട അംഗീകാരം കൊടുക്കാൻ ഇങ്ങനെ ഒരു സദസ്സ്, പിന്നെ ചേലക്കാടിൻ്റെ UAE മഹല്ല് കമ്മിറ്റിയുടെ ചാപ്റ്ററും ഖത്തറിൻ്റെ ചാപ്റ്ററും ഒക്കെ ചേർന്ന് ഇങ്ങനെ ഒരു പ്രവർത്തനം നടത്തുമ്പോൾ അതിൻ്റെ ഭാഗവാക്കാവാൻ അവസരം കിട്ടുക എന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും സന്തോഷവും അഭിമാനവും നിറഞ്ഞ കാര്യമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നമ്മുടെ കുട്ടികൾ പഠനത്തിലും മറ്റു മേഖലകളിലും ഉണ്ടാക്കുന്ന വിജയത്തിൻ്റെയൊക്കെ അടിത്തറയും അതിൻ്റെയൊക്കെ ബേസ് എന്ന് പറയുന്നത് അവരുടെ മുമ്പിലുള്ള സാമ്പത്തികവും സൗകര്യങ്ങളുമാണെന്ന് ഒരിക്കലും ധരിക്കരുത്. അവർക്ക് ആ ഇഷ്ടത്തോട് അത് നേടാനുള്ള അവരുടെ ഒരു പാഷന് നമ്മൾ പറയും, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കഷ്ടപ്പെട്ട് മാത്രം പഠിച്ചിരുന്ന ഒരു കാലത്ത് നിന്ന് ഇഷ്ടപ്പെട്ട് പഠിച്ചാൽ അതിൻ്റെ കഷ്ടപ്പാടിന് റിസൾട്ട് ഉണ്ടാവുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ മാറി. ഇപ്പൊ കുട്ടികളുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. മകനെ ഡോക്ടറാക്കണം, എഞ്ചിനീയർ ആക്കണമെന്ന് അമ്മയും അച്ഛനും ഉപ്പയും ഉമ്മയും കൂടെ തീരുമാനിക്കുന്നതിനേക്കാളും നല്ലത് ആ കുട്ടിയുടെ ടേസ്റ്റ് എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനൊരു പ്രോത്സാഹനം കൊടുത്താൽ അതിന് റിസൾട്ട് ഉണ്ടാകും. അതിനിങ്ങനെ ഈ ചേലക്കാട് നിങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത് പോലെ ഇങ്ങനെ പ്രവൃത്തിയിലൂടെ അവർക്ക് പ്രോത്സാഹനം കൊടുക്കാൻ ഒരു വേദി വന്നാൽ, ഇപ്പൊ ഇവിടെ അവാർഡ് വാങ്ങുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു വേദിയിൽ നാട് അവരെ ആദരിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ തീർച്ചയായിട്ടും അവർക്ക് പ്രോത്സാഹനമാവും. അത് നമുക്ക് തുടരണം. അങ്ങനെ ഈ മക്കളുടെ പേരിൽ നാളെ നമ്മുടെ നാട് അറിയപ്പെടണം. അതിന് ഈ കൂട്ടായ്മ വലിയ കരുത്തായി മാറും എന്ന കാര്യത്തിനൊരു സംശയവും വേണ്ട. പ്രിയപ്പെട്ട അസീസ് കാക്ക് ഇതിനെ സംഘടിപ്പിച്ച് ഇത്തരത്തിൽ ഈ പരിപാടിയുമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അദ്ദേഹത്തിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും ഞാൻ നേരുകയാണ്. വേദിയിൽ പ്രിയങ്കരനായ സൂപ്പിക്കയും അതുപോലെ തന്നെ വിവിയും CKയും അതുപോലെ തന്നെ നേതാക്കന്മാരെല്ലാം നമ്മുടെ ഒപ്പം സജീവമായിട്ട് ഉൾപ്പെടെ വേദിയിലുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവരുടെയും സാന്നിധ്യം ഈ നല്ല കാര്യത്തിലുണ്ട്. അവരെല്ലാവരും നിങ്ങൾക്ക് നൽകുന്ന സന്ദേശവും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് നന്നായി പഠിച്ച് നല്ല മാർക്ക് വാങ്ങി നല്ല നേട്ടമുണ്ടാക്കിയ കുട്ടികളെ ഒരു നാട് ഒന്നിച്ചു ചേർന്ന് ജാതിക്കും മതത്തിനും ഒക്കെ അതീതമായി, സംഭവം മഹല്ല് കമ്മിറ്റിയുടെയാണ് പരിപാടി, പക്ഷേ പ്രോത്സാഹനം കൊടുക്കുന്ന കാര്യത്തിൽ അങ്ങനത്തെ യാതൊരു വ്യത്യാസങ്ങളുമില്ല. എല്ലാവരെയും കൂടെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്ന ഈ സംഗമം അത് നാടിന് ഒരു നല്ല അനുഭവം തന്നെയാണ്. അത് ഇനിയും തുടരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും അനുമതിയോടെ ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹാശംസകൾ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. താങ്ക് യു ഷാഫി സർ. CA എക്സാമിനേഷനിൽ ഉന്നത വിജയം നേടിയ ഇർഷാദ് അലി EM, നമ്മുടെ ഏറെ പ്രിയങ്കരനായ EM കുഞ്ഞമദ് ഹാജി ആൻഡ് റസിയ ചേടുകണ്ടിയുടെ മകൻ കൂടിയായിട്ടുള്ള
EM ഇർഷാദ് അലിയാണ് MP യുടെ കയ്യിൽ നിന്നും. നല്ല കയ്യടി കൊടുക്കണം പ്ലീസ്. അതേപോലെ ചാർട്ടേഡ് അക്കൗണ്ട് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയിട്ടുള്ള മുഹമ്മദ് ആഷിഫ് KK, ഹമീദ് കണിയാങ്കണ്ടി ഷമീമ ദമ്പതികളുടെ പ്രിയപുത്രനാണ്. വടകരയുടെ വരദാനം പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ നിന്നും അദ്ദേഹം ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. CA എക്സാമിനേഷനിൽ ഉന്നത വിജയം നേടിയ, MBBS പരീക്ഷയിൽ ഉന്നത വിജയം നേടിയുള്ള റൗദ മൊയ്തു ഹാജി ഇന്നത് ഹാജിദ മൊയ്തുവിന്റെ മകളാണ്. അഭാവത്തിൽ ബന്ധുക്കൾ അവാർഡ് ഏറ്റുവാങ്ങുകയാണ്. MBBS പരീക്ഷയിൽ ഉന്നത വിജയം നേടിയിട്ടുള്ള റൗദ മൊയ്തു. CMA പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ റിസാന ഷെറിൻ, മോക്കർ VK മറിയം വണ്ണത്താങ്കണ്ടി ദമ്പതികളുടെ പ്രിയപുത്രിയാണ്. റിസാന ഷെറിൻ CMA പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ. പ്രിയപ്പെട്ടവരെ, നല്ലൊരു കയ്യടിയിൽ ഈ പ്രതിഭകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതോടൊപ്പം SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിക്കുകയാണ്. SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ വൈഷ്ണവിയെ ഖത്തർ UAE ചേലക്കാട് മഹല്ലി കമ്മിറ്റി സംഘടിപ്പിച്ച ആദരവ് ചടങ്ങിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വൈഷ്ണവി ബഹുമാനപ്പെട്ട MP-യിൽ നിന്നും ക്യാഷ് അവാർഡും ഉപഹാരവും ഏറ്റുവാങ്ങുന്നു. +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ സാദിയ ആസാദ് ഏറെ പ്രിയങ്കരനായ ഷാഫിഖയിൽ നിന്നും ക്യാഷ് പ്രൈസും മൊമന്റോയും ഏറ്റുവാങ്ങിയാണ്. +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ റിഫ ഫാത്തിമ. വളരെ സൈലന്റ് ആണ്. എല്ലാവരും കയ്യടി കൊടുക്കും പ്ലീസ്. ഖത്തർ കമ്മിറ്റി ഭാരവാഹികൾ